അങ്ങനെ ബിഗ് ബോസിലെ ലെസ്ബിയൻ കപ്പിൾസ് അങ്ങനെ എന്തെങ്കിലും വേർപിരിയാൻ പോവുകയാണ്. അതെ, ആദ്യമായിട്ടല്ല ഇതുപോലത്തെ ഒരു കപ്പിൾസ് എന്തായാലും ഒരു മത്സരാർത്ഥികളായിട്ട് എന്തായാലും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ട് തന്നെ എന്തായാലും ഇവരെന്തായാലും നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ ഭയങ്കര സൈലന്റ് ആണ്. ഇവർ രണ്ടുപേരും അങ്ങനെ ഭയങ്കരമായിട്ട് രീതിയിൽ അങ്ങനെ ആക്റ്റീവായിട്ടൊന്നും നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികളൊന്നും അല്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിലെയാണ് കുറച്ചും കൂടി ആക്റ്റീവ് ആകുക, നൂറ കുറച്ച് സൈലന്റ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് മെജോറിറ്റി ഓഫ് ദ ഓഡിയൻസ്, അതായത് ഇവരെ കുറിച്ച് അറിയാവുന്നവരെല്ലാവരും നമ്മൾ കരുതിയിരുന്ന ഒരു കാര്യം. പക്ഷെ നേരെ തിരിച്ചാണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ ഭയങ്കര ആക്റ്റീവ്, അതായത് കുറച്ച് അതിലേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടിരിക്കുകയും അതിൽ വളരെയധികം സൈലന്റ് ആയിട്ട് എപ്പോഴും മാറിയിരിക്കുക എന്നാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അപ്പൊ ഇന്നലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന സമയത്ത് നൂറ ചോദിക്കുന്നത്, നീ എന്താണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്, കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ഇത്തിരി കടുങ്കട്ടിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം തുടങ്ങി ഇവർ രണ്ടുപേരും മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സൈലന്റ് ആണ്. അത് മാത്രമല്ല ഇവർ രണ്ടുപേരുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് സമയങ്ങളിൽ ഇടക്കിടക്ക് മാറി നിൽക്കുന്നത് നമുക്ക് കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഉറപ്പായിട്ട് ഇതിന്റെ പുറകിലൊരു വലിയൊരു പ്ലാനിങ് തന്നെയുണ്ട്. കാര്യം ഇത്രേ ഉള്ളൂ, അതായത് ഇവരിത് ഇതിനകത്ത് കയറിയതിന് ശേഷം ഇവർക്ക് തമ്മിൽ ചെറിയൊരു സ്വരച്ചേർച്ച ഉണ്ടാകുകയും പിന്നീട് അതിനുശേഷം ഇവര് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന നല്ല രീതിയിലൊരു ഒരു പ്രശ്നത്തിലേക്ക് ഒരു 20-30 എപ്പിസോഡുകളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും കൊണ്ടു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാടി കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ഒരു ക്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയായിരിക്കും. കാര്യം ഉറപ്പാടി ഇതുപോലത്തെ രീതിയിലുള്ള ഒരു കപ്പിൾസ് ആകുമ്പോഴത്തേക്കും അതൊരു വേർപിരിയണം, അല്ലെങ്കിൽ അത് അവരുടെ ലൈഫിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഒരു അറിയാനുള്ള ഒരു ത്വര, ഒരു ക്യൂരിയോസിറ്റി ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിനകത്ത് ഉണ്ടെന്നുള്ളത് വളരെ ഒരു റിയാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ബിഗ് ബോസ് സീസൺ 1 തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ബഷീർ എന്ന് പറയുന്ന അദ്ദേഹം, അതായത് 2 ഭാര്യമാരൊക്കെ ഉള്ള, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിനകത്ത് നമ്മൾ കണ്ടതാണ് ആ ഒരു ക്യൂരിയോസിറ്റി പറയുന്ന ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന്. അദ്ദേഹം ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് അതിന്റെ ആ ഒരു ചാനൽസിനും അദ്ദേഹത്തിന്റെ വീഡിയോസിനും എല്ലാം കിട്ടുന്ന ഒരു റീച്ച് ആണെന്നുണ്ടെങ്കിലും എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം ഓഡിയൻസ് ഇതുപോലത്തെ കണ്ടന്റ്സിന് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ കപ്പിൾസിനിടയിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എവിടെ പോയി നിൽക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ത്വര മെജോറിറ്റി ഓഫ് ഓഡിയൻസിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു സാധനം തന്നെയാണ് ഇവരൊരു മെയിൻ ആയിട്ടൊരു USB ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യം. അതായത് ഇവരൊരു പ്ലാനിങ് തന്നെയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ തല്ലിപ്പിരിയാൻ പോവുകയും അവസാനമാകുമ്പോഴത്തേക്കും ഒരുമിക്കുക എന്ന് പറയുന്ന ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആവും. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും എല്ലാം ഇവരുടെ ഫേസ് തന്നെ ആയിരിക്കും നിറഞ്ഞു നിൽക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അവർക്കൊരു ചിന്തിച്ചെടുക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു പ്ലാനാണ് ഇവരെന്തായാലും ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പൊ തന്നെ അവരുടെ ഒരു ചെറിയൊരു സംസാരവും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളും ഇന്നത്തെ അത്രത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. കാര്യം ഇപ്പൊ തന്നെ ഒരു ചെറുച്ച നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന അതിലാണെങ്കിലും ഇത്രത്തോളം സൈലന്റ് ആയിട്ടിരിക്കുന്നതും എല്ലാം ഈ ഒരു പ്ലാനിങ് ആണ്. കാര്യം ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഇടയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു വിള്ളലും കാര്യങ്ങളും എല്ലാം ആ പറയുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കാൻ, അതായത് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവർ ഫസ്റ്റ് തുടങ്ങി സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഇവർക്കിടയിൽ ചെറിയൊരു എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ ഓഡിയൻസിലെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഇവരൊരു പ്ലാൻ. അപ്പൊ ഉറപ്പായിട്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിന്ന് കത്താനുള്ള ഒരു ടോപ്പിക് തന്നെയാണത്. നിങ്ങൾക്ക് ഒരു പ്ലാനിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.